ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം കൈവരി ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഫിറ്റ്നസ് കിട്ടാത്തത്. ഇപ്പൊ ഈ സ്കൂളിന് വെളിയിൽ നോക്കി ഈ സ്കൂളിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ അകത്ത് കയറി നോക്കുമ്പോ ഇതിന്റെ ഷീറ്റും ബോർഡും എല്ലാം പൊളിഞ്ഞാണ്. മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ അകത്ത് വീഴുമോ? അത് 4ാം ക്ലാസ്സിന് വീഴുന്നുണ്ട്. മോന്റെ ക്ലാസ്സിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ പൊട്ടലേ ഉള്ളൂ. പൊട്ടി കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ ഗ്രൗണ്ട് മൊത്തം കല്ലും ആയിട്ട് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നികത്തി ഇട്ടു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ടീച്ചർ ഞങ്ങൾക്ക് ഇവിടെ കളിക്കാനും പോലും സമയം നേരത്തെയൊക്കെ ഞങ്ങൾ കളിച്ചോണ്ട്. പക്ഷെ ഇപ്പൊ ഒട്ടും കളിപ്പിക്കുന്നില്ല. 60 ലക്ഷം രൂപയ്ക്ക് രണ്ട് മുറികൾ അടങ്ങുന്ന ബിൽഡിംഗ് ആണ് പണിതിരിക്കുന്നത്. എടത്വ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് പണിതിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ അഴിമതി എന്ന് പറയാവുന്ന ഒരു ബിൽഡിംഗ് തന്നെയായി നിൽക്കുന്ന 60 ലക്ഷം രൂപയ്ക്ക്. നിങ്ങൾ തന്നെ ഒന്ന് ശാസ്ത്രീയമായിട്ട് ചിന്തിച്ച് നോക്കിയോ. 60 ലക്ഷം രൂപയ്ക്ക് LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 6 റൂം വേണ്ടടുത്ത് 2 റൂമുകൾ പണിതിരിക്കുന്നു. ഈ ചേട്ടാ ലൈഫ് മിഷൻ അങ്ങനെയാണെങ്കിൽ 4 ലക്ഷം കൊടുക്കുന്നത് എന്തിനാ ചേട്ടാ? അങ്ങനെയാണ് 4 ലക്ഷം രൂപയാണ് ലൈഫ് മിഷൻ അനുവദിക്കുന്നത്. 60 ലക്ഷം രൂപയ്ക്കകത്ത് നല്ല വീതം നല്ല ശതമാനം എടത്വ പഞ്ചായത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും കൊണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടുത്തെ മീറ്റിങ്ങിന് വിളിച്ചിട്ട് ഇവിടുത്തെ വരാൻ സമയമില്ലെന്ന് പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പൊ അവർക്ക് സമയം ഇല്ലാത്ത സമയം ഉണ്ടായി വന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വരുവഴിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? 60 ലക്ഷത്തിന് ഇതിൽ നല്ല കെട്ടിടം വെക്കല്ലോ സാറേ. 4 ലക്ഷം രൂപയുടെ 2 മുറികളുടെ പെര വെക്കാമല്ലോ. പിന്നെ 60 ലക്ഷത്തിന്റെ കെട്ടിടമാണോ ഇത്? വന്നു കഴിഞ്ഞ് പരിഹരിക്കാനല്ല, അപകടം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അനുശോചനം അറിയിക്കാനോ കുഞ്ഞുങ്ങളുടെ മരണമാണെന്ന് പറഞ്ഞോ. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല കൊല്ലക്കി കൊടുക്കാൻ. എന്റെ 3 കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. LKG മുതൽ 2ാം ക്ലാസ് വരെ എന്റെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇത് ഈ 30 കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ എന്നാ സമാധാനം വേണം? കുഞ്ഞുങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുണ്ട്. ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയേക്കും. എവിടെ കൊണ്ടിരുത്തി ഞങ്ങൾ കൊടുക്കും? ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉച്ചയ്ക്ക് വന്ന് കട്ട് ചെയ്ത് ഇതിനില്ല, ഇതിന് കൈവരില്ല. ഞങ്ങൾ എന്താ ചെയ്യണം? ഞങ്ങൾ ആരോട് പറയണം? പറയുന്ന രക്ഷാധികാരികളെല്ലാം ഇങ്ങനെ കാണിക്കുന്നത്. അധ്യാപകരും ആർക്കും ഒരു കുഴപ്പമില്ല. HM ആണെങ്കിലും ടീച്ചർമാരാണേലും ഇവിടെ ജോലി ചെയ്യുന്നവരാണേലും ആർക്കും ഒരു കുഴപ്പമില്ല. ഇതാണ് ഈ രക്ഷാധികാരികളാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നക്കാർ. ഈ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കിക്കാൻ കാര്യം എന്താ? ഈ ഫിറ്റ്നസ് കട്ട് ചെയ്തു, ഉള്ള കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കട്ട് ചെയ്തു. 4 അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം എന്ന് മാത്രവുമല്ല ഈ കെട്ടിടത്തിന് ഒരു ഫിറ്റ്നസ് കിട്ടിയിട്ടുമില്ല. ഇത്രയധികം തുക ചെലവാക്കി നിർമ്മിച്ചൊരു കെട്ടിടമാണിത്. 60 ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പുറത്ത് വേണമെങ്കിൽ നോക്കിയാൽ എന്തായാലും ഈ കെട്ടിടത്തിന് 60 ലക്ഷം രൂപ വേണ്ടി വരില്ല. അതൊക്കെയാണ് ഈ രക്ഷിതാക്കളുടെ കളിപ്പിക്കുന്നില്ല. അവന്റെ പരാതിയാണ് പറഞ്ഞത്. അതായത് കളിക്കുന്നില്ല എന്നുള്ളതാണ് അവന്റെ പരാതി.